15 മാസം നീണ്ടു നിന്ന മഹായുദ്ധം അവസാനിക്കാൻ ലോകം ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് അവസാനിക്കും എന്ന ഘട്ടം എത്തിയിട്ടുണ്ട്. ഇസ്രയേലും ഹമാസും പിടിവാശി വിട്ട് സാധാരണ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് വെളുപ്പാൻ കാലത്താണ് വാസ്തവത്തിൽ ഇസ്രയേൽ ഈ ചർച്ചകൾക്ക് വഴങ്ങി എന്നറിയിച്ചത്. ഖത്തറും ഈജിപ്തും അമേരിക്കയും മുൻകൈയെടുത്തു നടത്തിയ ചർച്ചയിലെ നിബന്ധനകളോട് ഇസ്രയേൽ യോജിക്കുന്നു എന്ന് ഇന്ന് രാവിലെയാണ് അറിയിച്ചത്. ഇന്ന് അതായത് വ്യാഴാഴ്ച ഇസ്രയേൽ ക്യാബിനറ്റ് ഈ സമാധാന കരാറിന് അംഗീകാരം നൽകും എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഞാൻ ഇസ്രായേലിലെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്നും വാർ ക്യാബിനറ്റിന് അപ്രൂവൽ വൈകുമെന്നും ഒരുപക്ഷെ ശനിയാഴ്ച രാത്രി വരെ എടുത്തേക്കുമെന്നുമുള്ള റിപ്പോർട്ടുണ്ട്. അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാവാനുണ്ട്. ആദ്യം ധാരണയിലെത്തുന്നു, പിന്നീട് വാർ ക്യാബിനറ്റ് അത് പാസ്സാക്കുന്നു. വാർ ക്യാബിനറ്റ് പാസ്സാക്കിയതിനു ശേഷം 48 മണിക്കൂർ വരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാൻ ഇതിന് എതിർഭാഗത്തുള്ളവർക്ക് സാധിക്കും. അതായത് ഈ കരാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്ട് 2000 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നതാണ്. ഈ 2000 ഫലസ്തീൻ തടവുകാരും എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില ഇരകൾ ഉണ്ടാവും. ഈ ഇരകളുടെ അനുമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സാക്ഷി പറഞ്ഞ, ഈ കേസിൽ നീതി കിട്ടി എന്ന് കരുതി സമാധാനത്തോടെ കഴിയുന്ന മനുഷ്യരുടെ ഭാഗം കേൾക്കണം. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്.